താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബട്ട് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൂടുതൽ ആൾക്കാരായി കഴിഞ്ഞാൽ ഇവിടെയും ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ റെസ്ക്യൂ മിഷൻ എങ്ങനെയൊന്ന് പറയും? നമുക്ക് ഇന്നലെ നമ്മൾ രാവിലെ പാലം തകർന്നു. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ള NDRFും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കൂടെ ഒരു തത്കാലം ഒരു റോപ്പിൽ റെസ്ക്യൂ ചെയ്യാൻ നമ്മൾ തുടങ്ങി. ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സപ്പോർട്ടും കിട്ടി. പിന്നെ മിലിറ്ററിൻ്റെ ആൾക്കാരും എത്തി, പിന്നെ അടുത്തുള്ള NDRFിൻ്റെ ആൾക്കാരും എല്ലാവരും എത്തി. സോ അവരെ കൊണ്ട് നമ്മൾ കുറേ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തു. നല്ല റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇന്ന് നടത്തിയത്. അതല്ലാതെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചു. 2-3 തവണ നമുക്ക് വിസിബിലിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി അവർക്ക് നല്ല വിസിബിലിറ്റി കിട്ടി. ആൾക്കാരിന്ന് ലിഫ്റ്റും ചെയ്തു. ഇന്ന് നമുക്ക് 2 കാര്യങ്ങളാണ്. അവിടെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാരിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇവാക്യുവേഷൻ ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടക്കുന്നുണ്ട്. അതിന് MEG വന്നിട്ട് ഒരു തത്കാലം പാലം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. അതല്ലാതെ ഹെലികോപ്റ്ററിലെ പെട്ടെന്ന് ആൾക്കാരിനെ നമ്മൾ എയർലിഫ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എത്ര ആളുകൾ ഇനി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അങ്ങനെ എന്തെങ്കിലും അറിയോ? അത് നമ്മൾ കണക്ക് എടുക്കുന്നുണ്ട്. ബിക്കോസ് ആ കണക്കുകൾ കണ്ടിന്യൂസ്ലി ഇറ്റ് ഈസ് അപ്ഡേറ്റഡ്. പക്ഷേ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ 2-3 ടീമിനെ നമ്മൾ വിട്ടിട്ട് സേഫായിട്ടുള്ള സ്ഥലത്തിൽ മാറി താമസിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലത്തെ റെസ്ക്യൂ മിഷനിൽ മുണ്ടക്കൈ പൊട്ടിയ സ്ഥലത്ത്, അതായത് പ്രഭവ കേന്ദ്രം അല്ല, അത് നമുക്ക് ഇന്ന് ഒന്നും കൂടി നമ്മളൊന്ന് പരിശോധിച്ചിട്ട് ഇനി ആരെങ്കിലും ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അവരെല്ലാവരെയും എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അട്ടമല മേഖലയിൽ കുറേ പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരിനെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നു. ദാറ്റ് ഈസ് വാട്ട്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരിനെ കൊണ്ടുവരണം. പിന്നെ ആരും അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടില്ല. അതും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. അതാണ് നമുക്ക് ഇന്നത്തെ മിഷൻ. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതോ അത് വിട്ടു നൽകുന്നതുമായുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ മൃതദേഹങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ മോർച്ചറി സജ്ജമാക്കിയിട്ടുണ്ട്. സോ അതല്ലാതെ ഒരു കൂളിംഗ് റൂമും നമ്മൾ വൈത്തിരി ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മൊബൈൽ കൂളിംഗ് യൂണിറ്റ്സും അടുത്ത ഡിസ്ട്രിക്ട്സിൽ നിന്നും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ആവശ്യമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡെത്ത് നമുക്ക് അത് കൗണ്ട്സ് നമുക്ക് കൂടിക്കൊണ്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. സോ ഡെത്ത്സിൻ്റെ കണക്കും പിന്നെ ബാക്കിയുള്ള കണക്കുകളും നമ്മൾ ഫോർമലായിട്ട് നമുക്ക് പ്രസ് റിലീസ് നമ്മൾ ചെയ്യും. ഓക്കെ. ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. പുഴയുടെ തീരത്തൊക്കെ എങ്ങനെയാണ് ആ പരിശോധന? അത് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മീഷണറിനെ കൂടെ ജില്ലാ കളക്ടർ കൂടെ ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ സ്ഥിരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. സോ അവിടെ അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അവർ എടുക്കുന്നുണ്ട്. അവിടെ സെർച്ച് ഓപ്പറേഷൻസ് ഒക്കെ എല്ലാം നടക്കുന്നുണ്ട്. ക്യാമ്പ്സ് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. മോർ ദാൻ 46 ഇന്നലെ വരെ നമ്മൾ ക്യാമ്പ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനെ ആവശ്യമായിട്ടുള്ള 2 ക്യാമ്പ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. താങ്ക് യു. തീർച്ചയായും എന്തായാലും ജില്ലാ കളക്ടർ ഇപ്പോൾ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു.